ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നതാണ്. ഇവിടെ സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പം ഇന്ന് വന്നിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പിന്നെ അത് തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവാണ് കേട്ടോ. മൈദ, ഈസ്റ്റ്, പഞ്ചസാര, അതേപോലെ ചുടുവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചിട്ടുള്ള. പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത്, ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഇതേപോലെ സവാള അരിഞ്ഞത്, ക്യാപ്സിക്കം, കറിവേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്തോ കേട്ടോ. പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ ചെറുതായി കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഫില്ലിങ്ങിലേക്ക്. പിന്നെ എരിവിന് ആവശ്യത്തിന് ഞാൻ കുരുമുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടിക്ക് പകരം പച്ചമുളക് ചെറുതായി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാവ് ഇതാ ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് നമ്മൾ പൊറാട്ടക്കൊക്കെ ഉണ്ടാക്കുമല്ലോ അത്ര വലുപ്പത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റാണെന്നുള്ളത്. ഇതേപോലെ കുറേശ്ശെ മാവ് ഇട്ടിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ആദ്യം കൈ വെച്ചിട്ട് തന്നെ അങ്ങനെ പരത്തിയാൽ മതിയാവും കേട്ടോ. നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആണെങ്കിൽ കുറച്ച് പൊടി അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സോഫ്റ്റ് ആയതുകൊണ്ട് കൈ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ട് ഫില്ലിംഗ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫില്ലിങ്ങൊക്കെ വെക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുത്തോ കേട്ടോ. ഇനി അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഇനി ഇത് നമുക്കിതൊന്ന് ഇതേപോലെ ചുറ്റുവശം ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഉള്ളിലേക്ക് അമർത്തി കൊടുക്കുക കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ ആക്കുക. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കണം. പുറത്തേക്കൊന്നും ഫില്ലിങ് വരാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പൊറാട്ടക്കൊക്കെ ആക്കിയെടുക്കുമല്ലോ അതേപോലെ കേട്ടോ. ഒന്ന് അമർത്തി കൊടുത്താൽ മതിയാവും. ഇതങ്ങനെ ഇനി അതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റാണ് തന്നെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനും പറ്റും കേട്ടോ. നന്നായിട്ട് അമർത്തി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. 2 വശം തിരിച്ച് മറിച്ചിട്ടിട്ട് ഞാനൊന്ന് ഇതേപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് കഴിക്കാൻ നല്ല നമ്മുടെ ബണ്ണൊക്കെ കഴിക്കണ ടേസ്റ്റ്. പിന്നെ നമ്മൾ ഫില്ലിങ്ങൊക്കെ വെച്ചുകൊണ്ട് തന്നെ വേറെ ടേസ്റ്റും കൂടെ ആയിട്ട് വരും കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലൊന്ന് വെറുതെ ഒന്ന് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അതേപോലെ ക്യാപ്സിക്കം, അതേപോലെ ക്യാരറ്റ്, കറിവേപ്പില ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ കറിവേപ്പിലേൻ്റെ സ്ഥലത്ത് നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അതാവട്ടെ അധികം അടിപൊളി ആയിരിക്കും കേട്ടോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ. അപ്പം കൂടെ ചേർത്ത് കൊടുത്തോട്ടാ. ഇതേപോലെ കൈ വെച്ചിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് മുകളിലൂടെ കേട്ടോ. കുറച്ച് കട്ടിക്ക് തന്നെ ഉണ്ട് അത് പരത്തി എടുക്കുന്നത്. ഇതേപോലെ 2 വശം തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അങ്ങനെ 2 വശം ആക്കിയിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ടും. അപ്പോൾ മൈദ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. രാത്രി ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. രാത്രി നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങി വെക്കുകയെന്നുണ്ടെങ്കിൽ രാവിലെ പെട്ടെന്ന് തന്നെ നമ്മൾ പരത്തിയിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ചട്ടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളമാട്ടോ, സാധാ പച്ച വെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഇതേപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്കാണ് കേട്ടോ ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അപ്പം വെച്ച് കൊടുക്കുന്നത്. ഓയിലോ എണ്ണ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. പച്ച വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഇതേപോലെ 2 ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. വലിയ പാത്രം ആയതുകൊണ്ട് കേട്ടോ 2 ആക്കി വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഓരോന്നാക്കിയിട്ട് ചുട്ടെടുത്താലും മതിയാവും. എന്നിട്ട് അത് മൂടി വെച്ച് കൊടുക്കട്ടെ. ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുന്നത്. പിന്നെ നന്നായിട്ട് തന്നെ പൊങ്ങി വരും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ മൂടി തുറന്നപ്പോൾ ഇങ്ങനെ ഇട്ടുള്ളത്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ തേച്ച് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഓയിലാണ് കേട്ടോ തേച്ച് കൊടുത്തിട്ടുള്ളത്. ബട്ടറാണ് കേട്ടോ ബെസ്റ്റ്. എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ആ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അപ്പുറത്തെ വശത്ത് ഇതേപോലെ തന്നെ നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്. അതിൻ്റെ ചട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അത്രയും സോഫ്റ്റ് അപ്പാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇതിന് മുകളിൽ ഇതേപോലെ ഓയിലാക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ മൂടി വെച്ചിട്ട് 2 വശം ഒന്ന് ചുവന്ന കളറാകുന്ന വരെ ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളുവശം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ വേവില്ല എന്നൊന്നും കരുതണ്ട. കാരണം നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ. പൊങ്ങി വന്നിട്ട് 2 ലെയറായിട്ടാണ് കേട്ടോ ഈ അപ്പം ഉണ്ടാവുക. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ.
കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കിക്കോട്ടെ എല്ലാവരും മൈദ ഇട്ട്. ഇനി അടുത്തത് ഞാൻ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, അങ്ങനെ ആയാലും കുഴപ്പമില്ല. നന്നായിട്ട് തന്നെ മൂടി വെച്ച് കൊടുക്കുക. അതേപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക, ഓയിലാക്കി കൊടുക്കുക. കണ്ടില്ലേ പൊങ്ങി വന്നിട്ട് നല്ല നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേപോലെ ഓയിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വൈകിട്ട് മക്കൾ സ്കൂളിൽ വരുന്ന ടൈമിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലൊക്കെ നന്നായിട്ട് മക്കൾക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. ഞാൻ അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. രാത്രി കുഴച്ച് വെച്ചുകൊണ്ട് തന്നെ രാവിലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പരത്തി ഉണ്ടാക്കുന്ന ഒന്നും കൂടെ ഇതേപോലെ കാണിച്ചു തരാം. ഞാൻ ഒരു കൈ വെച്ചിട്ട് തന്നെ കേട്ടോ ചെയ്തെടുത്ത്. അത്രയും സോഫ്റ്റ് ഞാൻ പറഞ്ഞില്ല, കൈ വെച്ചിട്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. മാവ് നന്നായിട്ട് തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നേരം വെളുത്തപ്പോൾ. ഞാൻ മുകളിൽ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ പരത്തൽ കഴിയും കേട്ടോ. ഇതേപോലെ ചട്ടിയിൽ വീണ്ടും വെള്ളം ഒഴിക്കുക, അതിൽ വെച്ച് കൊടുക്കുക, തുറന്നതിന് ശേഷം നെയ്യാക്കി കൊടുക്കുക. അങ്ങനെ മുഴുവനായിട്ട് ഞാനിപ്പോൾ ചുട്ടെടുത്തുള്ള അടിപൊളി ബണ്ണപ്പന ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണം നല്ല സോഫ്റ്റുമാണ്. പിന്നെ ഞാൻ പറഞ്ഞ 2 ലെയറായിട്ടാണ് ഇത് വന്നിട്ടുണ്ടാവുക. പിന്നെ ഇതിലേക്ക് നമുക്ക് നല്ല കട്ട തൈരുണ്ടല്ലോ, പുളി കുറഞ്ഞ കട്ട തൈരുണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ അപ്പോൾ ഇതിലേക്ക് മയോണൈസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. മയോണൈസ് കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കട്ടെ. അതുപോലെ ചെറിയ പുതിയ വീഡിയോസുകളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇനി എല്ലാവരും എൻ്റെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയുണ്ടാവും 2 ലെയറായിട്ടെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാട്ടി തരട്ടെ അതിനുള്ള വശം. അപ്പോൾ ഇനി ഇതേപോലെ മൈദ കിട്ടുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. മൈദ രാത്രി തന്നെ ഈസ്റ്റും കുറച്ച് പഞ്ചസാര, നമ്മൾ ബണ്ണൊക്കെ ഉണ്ടാക്കുമല്ലോ അതിനുണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടോ ഞാൻ കുഴച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ ഈസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തൈരുണ്ടല്ലോ, തൈര് കൂട്ടിയിട്ടും കുഴച്ചേക്കാം കേട്ടോ. തൈര്, പഞ്ചസാര, ഉപ്പ്, മൈദ അങ്ങനെ ചൂടുവെള്ളത്തിൽ ഞാൻ കുഴച്ച് വെച്ചിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ള എല്ലാവരോടും അസ്സലാമു അലൈക്കും.